ഹായ് സ്റ്റുഡൻസ്, MBA സെക്കൻഡ് സെമസ്റ്ററിലെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ഓപ്പറേഷൻ? ഓപ്പറേഷൻ എന്നാൽ എന്ത്? അതായത് ഒരു കമ്പനിയിൽ പ്രൊഡക്ട്സോ സർവീസോ നിർമ്മിക്കുകയും ആ നിർമ്മിച്ച വസ്തുക്കളെ കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻപുട്സിനെ എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് വഴി ഔട്ട്പുട്ടാക്കി മാറ്റിയിട്ട് അത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കുന്നു. അതായത് ഒരു കമ്പനിയിൽ ഡെയിലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ജോലികൾ ചെയ്തു തീർക്കുന്ന ഒരു എൻജിനാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ റിസോഴ്സസ്, അതായത് ഓർഗാനിക് ആയിട്ടുള്ള റിസോഴ്സസ് ആവാം, റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, അതായത് ഫണ്ട്, ലാബേഴ്സ്, ഇതൊക്കെയാണ് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് അറിയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനം. ദെൻ ഔട്ട്പുട്ട് അറിയുമ്പോൾ അതിൻ്റെ ഒരു ഫലം, ഈ ഇൻപുട്സിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഔട്ട്പുട്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ബേക്കറി ഷോപ്പിലെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ മൈദ, പഞ്ചസാര, ഓവൺ, ഇതൊക്കെയാണ്. അതിൻ്റെ പ്രോസസ്സിങ് അറിയുമ്പോൾ മാവ് കുഴച്ചിട്ട് അത് ഓവൺ ചെയ്യാൻ വെക്കുന്നു. ഔട്ട്പുട്ട് അറിയുമ്പോൾ നല്ല രുചിയുള്ള കേക്ക് റെഡിയാവുന്നു. അപ്പോൾ ഇതിനാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് വളരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് മേക്ക് ചെയ്യുകയും അതുപോലെ തന്നെ എന്നാൽ ചിലവ് കുറഞ്ഞ രീതിയിലും ആവണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വളരെ ബിസിനസ് എന്ത് ചെയ്യുന്നു, വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടും കൺട്രോളിങ്ങോട് കൂടിയിട്ടും ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു പ്രൊഡക്റ്റിന് ഡെലിവറി ചെയ്യുക. ഇത് കാരണം കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ തന്നെ കൂടുന്നു. ദെൻ മിനിമം സ്ക്രാപ്പ്, അതായത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് കുറേ വേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അത് വേസ്റ്റ് നമ്മൾ മാക്സിമം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ദെൻ മിനിമം ഇൻവെൻ്ററി ലെവൽസ്, നമ്മൾ വെറുതെ കുറേ ബണ്ടിൽ ഓഫ് സ്റ്റോക്സ് കൊണ്ടുവന്ന് സ്റ്റോറേജ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ സ്റ്റോറേജ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ലെവൽസ് കുറക്കാൻ നോക്കുക. ആവശ്യമുള്ളപ്പോൾ സമയത്ത് മാത്രം സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ദെൻ മിനിമം ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ നമുക്ക് എത്രത്തോളം ഫണ്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ക്യാഷ് അതിൻ്റെ മേൽ ചിലവാക്കാൻ നോക്കുക. കൂടുതൽ ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ മിനിമം കുറക്കാൻ നോക്കുക. ദെൻ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതിപ്പോൾ ക്യാപിറ്റൽ ആണെങ്കിലും അതുപോലെ തന്നെ എംപ്ലോയീസ് ആയിക്കോട്ടെ, നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അതിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ദെൻ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, അതായത് എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാം. അവർക്ക് മോട്ടിവേഷൻ്റെ രീതിയിലും അവർക്ക് പീസ് ഓഫ് എൻവിറോൺമെൻറ്റിൻ്റെ രീതിയിലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാം. ദെൻ മാക്സിമം പ്രൊഡക്ഷൻ, നമുക്ക് എത്രത്തോളം റിസോഴ്സസ് ഉണ്ട്, എത്രത്തോളം പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്, ഇത് നമ്മൾ മാക്സിമം ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, അതായത് ഓപ്പറേഷൻ തന്നെ മാനേജ്മെൻറ്റ്, അതായത് ഒരു ഇൻപുട്ട് ആയിട്ടുള്ളതിന് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി കൊണ്ടുവരിക. ദെൻ മിനിമം പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം. നെക്സ്റ്റ് മിനിമം പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ടൈം എടുക്കുന്നു അതിൽ ഏറ്റവും കുറഞ്ഞ ടൈം നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കുക. ദെൻ മാക്സിമം പ്രോഫിറ്റ്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും നല്ല ബെറ്റർ ക്വാളിറ്റിയിൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് എൻവിറോൺമെൻറ്റ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കാരണം എൻവിറോൺമെൻറ്റിൻ്റെ പൊല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല, എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ദെൻ മാക്സിമം പ്രൊഡക്ടിവിറ്റി മാക്സിമം കൂട്ടാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻ്റ് ആണ്. അതായത് ഒരു കമ്പനി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് ഇത് കസ്റ്റമേഴ്സിനോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മേക്ക് ചെയ്തിട്ട് അവരോട്ട് എത്തിക്കുക. അപ്പോൾ നല്ലൊരു ബെറ്റർ പെർഫോം ആ ഒരു കമ്പനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, പല ബിസിനസ്സുകളിലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും ഒന്നിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് രണ്ട് സ്കോപ്പാണ്, ലോങ് ടേം സ്ട്രാറ്റജി ഡിസിഷനും അതുപോലെ തന്നെ ഷോർട്ട് ടേം സ്ട്രാറ്റജി ഡിസിഷനുമാണ്. അത് ലോങ് ടേമിൽ വരുന്നത് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡിസൈന്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്ത് തരം പ്രൊഡക്റ്റാണ്, അവരുടെ നീഡ്സ് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കുള്ള പ്രൊഡക്ട്സാണ് അവർ ഡിസൈൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു കസ്റ്റമറിന് ഇപ്പോൾ ഒരു മൊബൈലിൻ്റെ കേസ് അറിയുമ്പോൾ ഇത്രയും MAH ഉള്ള ബാറ്ററിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നീഡ് അനുസരിച്ച് ഇത്രയും ബാറ്ററി ലോങ് ലൈഫുള്ള ഒരു മൊബൈൽ പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത് പ്രോസസ്സ് ഡിസൈന്,
ഒരു പ്രവൃത്തി ഒരു ജോലി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടലൊരു കസ്റ്റമർ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ വെയിറ്റർ അത് കിച്ചണിൽ പോയത് റെഡിയാക്കി ആ ഒരു കസ്റ്റമറിന് ടേബിളിൽ കൊണ്ടുവെക്കണ വരെ എഫിഷ്യൻ്റ് ആയിരിക്കണം. അതായത് ഒരു ടൈം ലാഗ് ഇല്ലാതെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു പ്രോസസ്സിനെ ഡിസൈൻ ചെയ്യണം. നെക്സ്റ്റ് ഫെസിലിറ്റി ലൊക്കേഷൻ. അതായത് ഒരു കമ്പനി നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ കമ്പനി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യണത് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റോ മെറ്റീരിയൽസ് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിലൂടെ ഒരു കമ്പനി കൂടുതൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടും ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഫെസിലിറ്റി ലേ ഔട്ട്. കമ്പനീൻ്റെ ഉള്ളിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലാബേഴ്സിനെ എവിടെ അലോക്കേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ മെഷീൻസ് എവിടെ പുട്ടപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡിസിഷൻ ചെയ്ത് പ്ലാൻ ചെയ്യുന്നത്. ദെൻ കപ്പാസിറ്റി പ്ലാനിങ്. അതായത് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ എത്രത്തോളം പ്രോഡക്റ്റ് അവിടെ മേക്ക് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഓണം സീസണൊക്കെ കാണുന്ന സമയത്ത് മാർക്കറ്റിൽ പാത്രങ്ങൾക്ക് ഡിമാൻഡ് കൂടും. അപ്പോൾ കമ്പനികൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി തന്നെ അന്നത്തേക്കുള്ള യൂട്ടൻസിൽസൊക്കെ മേക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു പ്രത്യേക സമയത്തിനുള്ള എത്രത്തോളം നമുക്ക് പ്രൊഡക്ട്സ് മേക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്ലാനിങ്, കപ്പാസിറ്റി പ്ലാനിങ് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ലോങ് ടേം സ്ട്രാറ്റജി ഡിസിഷൻസ് ആയിട്ട് വരുന്നത്. അത് രണ്ടാമത്തെ സ്കോപ്പാണ് ഓപ്പറേഷണൽ ഡിസിഷൻ, അതായത് ഷോർട്ട് ടേം. അതായത് ഒരു കമ്പനിയിൽ ഡെയിലി നടക്കേണ്ട കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കേണ്ടത്. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അതായത് ഒരു പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റാണ് നിർമ്മിക്കേണ്ടത്, അത് എപ്പോൾ നിർമ്മിക്കണം, എത്ര ക്വാണ്ടിറ്റി നിർമ്മിക്കണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യും വേണം. ദെൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഒരു കമ്പനിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ചായപ്പൊടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് പാക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ചെക്ക് ചെയ്തതിന് ക്വാളിറ്റി ഉണ്ടോ, മണമുണ്ടോ, രുചിയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ദെൻ മെയിൻ്റെനൻസ് മാനേജ്മെൻറ്റ്. മെയിൻ്റെനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മെഷീൻസ് ഇതിന് നല്ല രീതിക്കുള്ള കെയർ കൊടുക്കുക. അതായത് അത് കേടാവാത്ത രീതിക്ക് നോക്കുക. ഇനി ഇൻ കേസ് എന്തെങ്കിലും കേടാവണൊരു ഫീൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് പ്രിവെൻറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മെയിൻ്റെനൻസ് കൊടുക്കുക. ഇതുവഴി പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ലാഗ് കൂടത്തില്ല. അതുപോലെ തന്നെ എംപ്ലോയീസ് വെറുതെ ഇരിക്കൂല. നെക്സ്റ്റ്, ഇൻവെൻ്ററി കൺട്രോള് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ 3 സ്റ്റേജിലോട്ടുള്ള പ്രൊഡക്ട്സ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണോ നോക്കാം. ഇനി ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് ഗുഡായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന എന്തെങ്കിലും സ്റ്റോക്കിൽ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡാമേജ് ചെയ്യാത്ത രീതിയിൽ സേഫ്റ്റി ആയിട്ട് വെക്കുക. ദെൻ മെത്തേഡ് സ്റ്റഡി. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നല്ല രീതിക്കുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ഒരു എംപ്ലോയി ഒരു പാചകം ചെയ്യുന്ന സമയത്ത് ഇപ്പം വെജിറ്റബിൾസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഈ ഒരു മോഷൻസ് ഒഴിവാക്കിയിട്ട് മറിച്ച് ആ ഒരു വെജിറ്റബിൾസ് ആ ഒരു കട്ടിങ് പ്ലേസിൻ്റെ അടുത്ത് തന്നെ വെക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ ആ മോഷൻ ടൈം നമുക്ക് ലാഭാകുന്നു. അപ്പം മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് വർക്ക് കഴിയുക ആ രീതിയിലോട്ടുള്ള മെത്തേഡ് നമ്മൾ എടുക്കാം. ദെൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊക്വയർ ചെയ്യുന്നു, അതിനുശേഷം ലോജിസ്റ്റിക്സ് ചെയ്യുന്നു, ദെൻ അത് സപ്ലൈ ചെയ്യുന്നു. അത് നല്ല രീതിയിലോട്ട് മാനേജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പാല് കൃഷിക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു, അതിനുശേഷം അത് നമ്മൾ ലോജിസ്റ്റിക്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ദെൻ അത് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കസ്റ്റമേഴ്സിലോട്ട് സപ്ലയറിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ നല്ലൊരു മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ആ ഒരു വർക്ക് ഫ്ലോ ഉണ്ടായിരിക്കണം. ദെൻ സസ്റ്റൈനബിലിറ്റി ആൻഡ് എത്തിക്സ്. നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ ഡെയിലി വരുന്ന ഓപ്പറേഷൻസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ എൻവിറോൺമെൻറ്റിനെ ഒരിക്കലും പൊല്യൂട്ടഡ് ആക്കാൻ പാടില്ല. ഗവൺമെൻറ്റിൻ്റെ ലോസുകളൊക്കെ സ്വീകരിച്ച് എത്തിക്കലായിട്ട് അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിന് നല്ലൊരു പൊല്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ വേണം ഈ ഒരു കമ്പനി കൊണ്ടുപോകാൻ. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡ്രസ്സിങ് ഷോപ്പ് പ്ലാസ്റ്റിക് ബാഗ് ഒഴിവാക്കിയിട്ട് എക്കോ ഫ്രണ്ട്ലി ബാഗ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഡിസിഷനാണ്. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പുകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയിട്ടും വരാം.
നെക്സ്റ്റ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേഷൻ മാനേജ്മെൻ്റ് ആണ്. അതായത് മാർക്കറ്റിൽ മറ്റുള്ള കമ്പനികളെക്കാൾ മുന്നിലെത്താനും അതുപോലെ തന്നെ ഈ ഒരു കമ്പനീൻ്റെ ലോങ് ടേം ഡിസിഷൻസ് കൈവരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 സ്ട്രാറ്റജീസ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്നാമത് കോസ്റ്റ് ലീഡർഷിപ്പ്. അതായത് നമ്മളെ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു, വളരെ നല്ല ഗുണനിലവാരത്തിലുള്ള ക്വാളിറ്റി ഏറിയ രീതിയിലോട്ട് പ്രൊഡക്ട്സ് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിലവ്, പക്ഷെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള ചിലവ് നമ്മൾ നല്ല രീതിക്ക് കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ, ഈ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, ഇതൊക്കെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാം. അതായത് ഒരു ബണ്ടിലായിട്ട് പോലെ ഒരു ബൾക്ക് പർച്ചേസിങ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോസ്റ്റ് കുറയും ആണ് ഒന്നാമത്തെ വേ. പിന്നെ നമ്മൾ മെഷീൻസൊക്കെ ഓട്ടോമേഷൻ വഴി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് വർക്കിംഗ് പ്രോഗ്രസ്സിൽ അതിൻ്റെ സ്ക്രാപ്പുകൾ മാക്സിമം കുറക്കാൻ നോക്കുക. ലീൻ മാനുഫാക്ചർ ചെയ്യാം. സ്ക്രാപ്പ് കുറക്കുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ അത് വീണ്ടും റീയൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ റോ മെറ്റീരിയൽസ് കൂടി കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് കോസ്റ്റ് ലീഡർഷിപ്പ്. അതിനൊരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, വാൾമാർട്ട് എന്നുള്ള കമ്പനി എന്ത് ചെയ്യുന്നു, വലിയ രീതിക്ക് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ അവരുടെ സപ്ലൈ ചെയിൻ സിസ്റ്റം വളരെ മികച്ചതായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ കസ്റ്റമേഴ്സിന് ആ ഒരു പ്രൊഡക്ട്സ് വളരെ ചെറിയ എമൗണ്ടിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന വഴി കസ്റ്റമേഴ്സ് കൂടുതൽ ആ ഒരു കമ്പനീനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു മാർക്കറ്റിൽ തന്നെ ഈ ഒരു കമ്പനി ആയിരിക്കും ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുക. ദെൻ ക്വാളിറ്റി എക്സലൻസ്. അതായത് മാർക്കറ്റിലെ ഏറ്റവും ക്വാളിറ്റി ഏറിയിട്ടുള്ള പ്രൊഡക്റ്റ് മുൻനിർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? അതിൽ ഫസ്റ്റ് വണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാം. ദെൻ രണ്ടാമത് 6 സിഗ്മ. അതായത് നമ്മുടെ പ്രൊഡക്ട്സ് മേക്ക് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരമാവധി കുറക്കാൻ നോക്കുക. ദെൻ ISO 9001 സർട്ടിഫിക്കേഷൻ. അതായത് അന്താരാഷ്ട്ര ക്വാളിറ്റീൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ വാങ്ങിയെടുക്കുക. അപ്പോൾ ഇത് മൂന്നാമത് ക്വാളിറ്റി എക്സലൻസിൽ വരുന്നത്. ഇങ്ങനെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടൊയാട്ട എന്ത് ചെയ്യുന്നു, അവരുടെ കാറുകളൊക്കെ നല്ല ക്വാളിറ്റി ഏറിയിട്ടുള്ള പ്രൊഡക്ട്സുകൾ കൊണ്ടുവരുന്നു. അവർ TQM, കൈസൺ ഇതുപോലത്തെ ഓരോ മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്ട്സിന് ക്വാളിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് പബ്ലിക്കിലോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ പബ്ലിക്കിൻ്റെ അറിവിൽ ഇത് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് എന്നുള്ളൊരു ചിന്താഗതി വരുന്നു. അപ്പോൾ ഇതാണ് ക്വാളിറ്റി എക്സലൻസ്. നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജിയാണ് ഫ്ലെക്സിബിലിറ്റി. അതായത് നമ്മുടെ കമ്പനീൻ്റെ മാർക്കറ്റിൽ ആ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡിമാൻഡ് വരുമ്പോൾ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മാറുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം. എപ്പോഴും ഒരു പ്രൊഡക്റ്റിനാക്കരുത്. മാർക്കറ്റിൽ ചേഞ്ച് വരുന്ന സമയത്ത് കമ്പനി നമ്മൾ ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ടൈപ്സ് ഓഫ് ഫ്ലെക്സിബിലിറ്റിയാണ് പ്രൊഡക്റ്റ് ഫ്ലെക്സിബിലിറ്റി. അതായത് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ പല രീതിക്കുള്ള കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നെയ്ക്കിൻ്റെ ബ്രാൻഡിൽ ഐഡിയ ഉള്ളൊരു കസ്റ്റമറിന് നെയ്ക്ക് ഷൂവിന് അവർക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാം. എന്ത് കളർ കൊടുക്കണം, അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം പ്രൊഡക്ട്സിന്. ദെൻ രണ്ടാമത്തത് വോളിയം. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവരാൻ കഴിയണം. ദെൻ പ്രോസസ് ഫ്ലെക്സിബിലിറ്റി. അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് ഒരേ ലൈനിലുള്ള പ്രൊഡക്ട്സിനായിരിക്കും അത് നിർമ്മിക്കുന്ന സമയത്ത്, പക്ഷെ വേറൊരു പ്രൊഡക്റ്റിൻ്റെ പാർട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പ് അതിനിങ്ങനെ മേക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വേറെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുന്നു, ഒരു കസ്റ്റമൈസേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫ്ലെക്സിബിലിറ്റിയിൽ സ്ട്രാറ്റജി ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇന്നോവേഷനാണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് കണ്ട് മാർക്കറ്റിൽ വിൽക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും തീംസ് കൊണ്ടുവരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിന് കൂടുതൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യാം? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് റിസർച്ചും ഡെവലപ്മെൻറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കൊരു ഇൻവെസ്റ്റ് നടത്തിയിട്ട് അങ്ങനെ ഒരു പ്രൊഡക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാൻ കഴിയുന്നു. ദെൻ അജൈൽ മാനുഫാക്ചറിങ്. ദെൻ കൊളാബറേഷൻ വിത്ത് ടെക് ഫേംസ്. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, ഈ ടെസ്ല കമ്പനി അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, അതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്വയമേക്കാണ്ട് ഓടിക്കാൻ കഴിയുന്ന ഓട്ടോണോമിക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട്. അത് ഇടയ്ക്കിടെ അവരെന്ത് ചെയ്യുന്നു, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിന് ഇതിന് വലിയൊരു എക്സാമ്പിളാണ്. ഓക്കെ.
നെക്സ്റ്റ് ഡെലിവറി സ്പീഡ് ആൻഡ് റിലയബിലിറ്റി. അതായത് കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അവരിലോട്ട് എത്തിക്കാനുള്ള ഒരു സ്പീഡ് കാണിക്കുക, ആ ഒരു പ്ലാൻ ചെയ്തതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യാം? ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻ്ററി, അതായത് നമുക്ക് ഇൻവെൻ്ററീസ് ആവശ്യമായിട്ടുള്ള സമയങ്ങൾ മാത്രം നമ്മൾ വാങ്ങിയിട്ട് പെട്ടെന്ന് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാം. ദെൻ എഫിഷ്യൻറ്റ് ലോജിസ്റ്റിക്സ്, അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് അവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ അഡ്വാൻസ്ഡ് ഷെഡ്യൂളിംഗ് സിസ്റ്റം, അതായത് നമ്മൾ എപ്പോൾ കൊടുക്കണം, എപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവരിലോട്ട് എത്തിക്കാൻ കഴിയുക എന്നുള്ളൊരു അഡ്വാൻസ് ആയിട്ട് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജിക്സ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ടും വരാം. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഓപ്പറേഷൻസ് സ്ട്രാറ്റജി മെട്രിക്സ്. അതായത് ഒരു ബിസിനസ്സിന് ഒരു പ്രധാന ലക്ഷ്യം ഉണ്ടാവും, അതുപോലെ തന്നെ അതായത് ഒരു ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പ്രധാന ലക്ഷ്യത്തെ ഒരു ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റി, അത് നടപ്പിലാക്കാനുള്ള ഒരു കഴിവും, എന്താണോ ആ ഒരു കമ്പനീൻ്റെ ലക്ഷ്യം അത് നടപ്പിലാക്കാനുള്ള ഒരു കഴിവ്, ഇത് രണ്ടും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ്. രണ്ടും ഒത്തുപോകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് എന്ത്? ഓപ്പറേഷൻസ് സ്ട്രാറ്റജി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്ലാനിങ് ചെയ്യണം. അതെങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ, എത്ര അവരുടെ നീഡ്സ് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് അത് പ്ലാനിങ് ചെയ്ത് കണ്ട് ഒരു ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റി, ലക്ഷ്യം, നമ്മുടെ കമ്പനിക്കുള്ള ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രവർത്തനമാക്കണം. ആ ഒരു കഴിവ് കാണിച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ രൂപേണ പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഒരു ഓൺലൈൻ ഡ്രസ്സിങ് ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 ഹവറിൻ്റെ ഉള്ളിൽ ആ ഒരു ഡ്രസ്സ് ആ ഒരു കസ്റ്റമറിനെ ഏൽപ്പിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പീഡ് ഡെലിവറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 24 ഹവറിനുള്ളിലേക്ക് ഒരു ഡ്രസ്സ് കസ്റ്റമറിന് എത്തിക്കണം എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജി. ഇനി ഇത് ഓപ്പറേഷണൽ എഫിഷ്യൻസി, അതായത് ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റി. ഈ ലക്ഷ്യത്തെ നമ്മൾ നടപ്പിലാക്കണം. എങ്ങനെ? അപ്പോൾ നമുക്ക് ഈ 24 ഹവറിനുള്ളിൽ ഇത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള പ്ലാനിങ്, നമ്മുടെ ലാബേഴ്സ് എത്രത്തോളം വേണ്ടി വരും, എങ്ങനെ പെട്ടെന്ന് പാക്ക് ചെയ്യണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, എത്ര പെട്ടെന്ന് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 24 ഹവറിനുള്ളിൽ കസ്റ്റമറിന് എത്തിക്കാൻ കഴിയുക, അങ്ങനെ ആ ഒരു ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റി കൊണ്ടുവരിക. ഇത് രണ്ടും തമ്മിൽ, ഈ രണ്ട് കാര്യവും, ലക്ഷ്യം അതുപോലെ തന്നെ ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റിയും തമ്മിൽ ഒത്തുപോകുന്നതിനാണ് എന്ത്? ആ ഒരു ഫ്രെയിം വർക്കിനാണ് ഓപ്പറേഷണൽ സ്ട്രാറ്റജി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്: ട്രാൻസ്ലേറ്റ് ബിസിനസ് സ്ട്രാറ്റജി ഇൻറ്റു ഓപ്പറേഷണൽ ടേംസ്. അതായത് ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഡെയിലി ഉള്ള ഓരോ വർക്കുകളായിട്ട് മാറ്റാം, ഓരോ ജോലികളായിട്ട് മാറ്റാം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്നത് ഹൈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ലക്ഷ്യം. കസ്റ്റമറിനെ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്ത് ചെയ്യുക? കസ്റ്റമേഴ്സ് കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ലെസ് ദാൻ 20 സെക്കൻഡ്സിനുള്ളിൽ അവർക്ക് ആൻസർ ചെയ്യാം. അത് ഹൈ സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. ഇതൊരു നമ്മുടെ കമ്പനി ലക്ഷ്യത്തെ അതിനൊരു എന്താക്കി മാറ്റുന്നു? ജോലിയാക്കി മാറ്റുന്നു. ദെൻ ഐഡൻറ്റിഫൈ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ഫോർ ഓപ്പറേഷൻസ്. അതായത് നമ്മുടെ കമ്പനിക്ക് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സക്സസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എയർലൈൻ്റെ കേസിൽ അവിടെ ഒരു പ്ലെയിന് ഓൺ ടൈമിൽ അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കണമായിരിക്കും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ഫാക്ടേഴ്സിൽ നമ്മൾ കൂടുതൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ദെൻ അലോക്കേറ്റ് റിസോഴ്സസ് എഫക്റ്റീവ്ലി. നമ്മുടെ കയ്യിലുള്ള പണം ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ഇത് നമ്മൾ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ, സീസൺ ടൈമിൽ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ റിസോഴ്സ് ലാബേഴ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നു. കാരണം ഡിമാൻഡ് കൂടുമ്പോൾ അവിടെ വർക്ക് കൂടുന്നു. അപ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാബേഴ്സിനെ അത്തരം കാറ്റഗറിയിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. Then next, balance trade-offs or between completing priorities.
ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ പല ലക്ഷ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു കസ്റ്റമറെ പ്രൊഡക്റ്റ് ഓർഡർ തന്നാൽ നമുക്ക് ഭയങ്കര സ്പീഡായിട്ട് അത് അവരെ എത്തിക്കണം, ഡെലിവറി ചെയ്യാനുള്ള ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പീഡ് ഡെലിവറി ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കോസ്റ്റും നല്ലോണം കൂടും. അപ്പോൾ നമ്മൾ ഈ സ്പീഡും കോസ്റ്റും ഒരേപോലെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ സ്ട്രാറ്റജി മെട്രിക്സ് യൂസ് ചെയ്യണത്. നെക്സ്റ്റ് ഓപ്പറേഷൻ ക്യാപ്പബിലിറ്റീസ് ആൻഡ് പെർഫോമൻസ് മെട്രിക്സ് ആണ്. അതായത് ഒരു കമ്പനിയിലുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമേഴ്സിന് നല്ല രീതിയിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ കമ്പനിയിലെ സ്റ്റാഫുകളുടെ ടെക്നോളജീസിൻ്റെ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കഴിവ് മാക്സിമം അവർ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഓപ്പറേഷൻ ക്യാപ്പബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് ആണ്. ഫസ്റ്റ് പ്രോസസ് ക്യാപ്പബിലിറ്റീസ്. അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും എനിക്ക് സർവീസ് കൊടുക്കുന്ന സമയത്ത് ഓരോ ഘട്ടത്തിനും ഓരോ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സിനും ഓരോരോ ഹ്യൂമൻ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഹോട്ടലിൽ ബർഗർ ഉണ്ടാക്കുന്ന ഷോപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബണ്ണ് ഫിക്സ് ചെയ്യാൻ, സോസ് ഉണ്ടാക്കാൻ, അതിൻ്റെ ചിക്കൻ ഉണ്ടാക്കാൻ, അങ്ങനെ പല പല പ്രോസസ്സ് സ്റ്റേജിന് വേണ്ടിയിട്ട് ഓരോരോ ഹ്യൂമൻ റിസോഴ്സിനെ നിയമിക്കാം. ദെൻ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റീസ്. കമ്പനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, AI ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു കമ്പനി നല്ല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ്. ദെൻ HR ഹ്യൂമൻ റിസോഴ്സസ്. അവർക്ക് അവരുടെ അടുത്തുള്ള സ്റ്റാഫുകളെ അവരെ മാക്സിമം ട്രെയിൻ ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെ ബെറ്റർ ആയിക്കൊണ്ട് കുറേ ട്രെയിനിങ് കൊടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സ്റ്റാഫിന് ബില്ലിംഗ് സെക്ഷനിലാണ് അദ്ദേഹത്തിന് വർക്ക് എന്നുണ്ടെങ്കിൽ ആ സെയിം ടൈം അദ്ദേഹത്തിന് ഒരു ട്രെയിനിങ് കൂടി കൊടുക്കാം. ഇൻവെൻ്ററി കൺട്രോളിനുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2 റോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ക്യാപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കണം. ദെൻ സപ്ലൈ ചെയിൻ. സാധനങ്ങൾ വാങ്ങാനും അത് സൂക്ഷിച്ച് വെക്കാനും സപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള കഴിവ്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കാനുള്ള പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഓരോ പ്രൊഡക്ട്സ് വാങ്ങുക. അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കുക എന്നതിലുള്ള കഴിവുകൾ. ദെൻ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് ഒരു സീറോ ഡിഫക്റ്റ് ഇല്ലാതെ നല്ല ക്വാളിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താം. ഒരു എക്സാമ്പിൾ, ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്യാപ്പബിലിറ്റീസ്, അതായത് ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റീസിൻ്റെ ടൈപ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് മെഷർമെൻറ്റ് ഇൻ ഓപ്പറേഷൻസ്. അതായത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻസ് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി ചെയ്തു തീർക്കുന്നു എന്ന് മെഷർ ചെയ്യുന്ന ആ ഒരു പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നതിനാണ് പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് 3 കാര്യങ്ങളാണ് കണക്കാക്കുക. അതായത് ഫസ്റ്റ് വൺ, എഫിഷ്യൻസി. നമ്മുടെ കയ്യിലുള്ള കുറഞ്ഞ സമയവും കുറഞ്ഞ റിസോഴ്സസ് ഉൾപ്പെടുത്തി നമ്മൾ എത്രത്തോളം ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്. ദെൻ പ്രൊഡക്ടിവിറ്റി. നമ്മുടെ കയ്യിലുള്ള ഇൻപുട്സ് യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം ഔട്ട്പുട്ട് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നു. ദെൻ എഫക്റ്റീവ്നെസ്. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് എത്തിച്ചേരുക. അപ്പോൾ ഇതിനൊക്കെ മെഷർ ചെയ്യുന്ന ഒന്നാണ് പെർഫോമൻസ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കീ പെർഫോമൻസ് മെട്രിക്സുകൾ 3 ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, പ്രൊഡക്ടിവിറ്റി മെഷേഴ്സ്. നമുക്കൊരു എക്സാമ്പിൾ രൂപേണ പറയാം. അതായത് ഒരു ബേക്കറിയിൽ 8 മണിക്കൂർ കൊണ്ട് 80 കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഉണ്ടെന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ 8 മണിക്കൂറിൽ അവിടുത്തെ സ്റ്റാഫ് 80 കേക്കുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 80 ആണ്, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ 8 മണിക്കൂറാണ് നമ്മളവിടെ കൊടുക്കുന്ന ഇൻപുട്ട്. അപ്പോൾ 80 ഡിവൈഡഡ് ബൈ 8, അതായത് 10. 1 മണിക്കൂറിൽ 10 കേക്കാണ് അപ്പോൾ അവരുണ്ടാക്കുന്നത്. അതായത് പ്രൊഡക്ടിവിറ്റി മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നു, അപ്പോൾ ആ കൊടുത്ത ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത് എഫിഷ്യൻസി മെഷേഴ്സ്. അതായത് നിലവിൽ നമുക്ക് കിട്ടേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടും
പക്ഷെ നമുക്ക് ആക്ച്വൽ കിട്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്നതാണ് എന്ത് എഫിഷ്യൻസി മെഷേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മെഷീന് സാധാരണ 100 ഷർട്ടാണ് ടൈൽ ചെയ്യൽ. പക്ഷേ ആ ഒരു മെക്കാനിക്കൽ, അതായത് ആ ഒരു മെഷീൻ്റെ എന്തോ തകരാറ് കാരണം ഈ 100 നിലടുത്ത് 80 മാറി. അപ്പോൾ ഇവിടെ ആക്ച്വൽ, അതായത് നമുക്ക് കിട്ടിയ ഒരു റിസൾട്ട് പറയുന്നത് 80ഉം, പക്ഷെ നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, സാധാരണ അത് ഉണ്ടാക്കേണ്ട ഔട്ട്പുട്ട് ഇത്രത്തോളം ഉണ്ടാക്കും, മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 100 ആയിരുന്നു. പക്ഷെ നമുക്ക് ആക്ച്വലി കിട്ടിയത് എത്രയാണ്? 80. ഇതാണ് എഫിഷ്യൻസി മെഷേഴ്സ്. ദെൻ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ, അതായത് നമുക്ക് ടോട്ടലി എത്രത്തോളം അവൈലബിൾ ആണോ അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്ന ഒന്നാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഹോട്ടലിൽ ടോട്ടൽ 50 റൂമാണുള്ളത്. പക്ഷെ അതിൻ്റെ ഓരോ ഡേയ്സിലും 40 റൂമേ കസ്റ്റമേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ആക്ച്വലായിട്ടാണ് യൂസ് ചെയ്യുന്നത് 40 ഉള്ളൂ. പക്ഷെ ടോട്ടൽ നമ്മുടെ കപ്പാസിറ്റി നമുക്ക് 50 ഉണ്ട്, പക്ഷെ അതിൽ യൂട്ടിലൈസേഷൻ വെറും 40 റൂമേ ഉള്ളൂ. അപ്പോൾ ഇതിനാണ് എന്ത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ പെർഫോമൻസിൻ്റെ മെട്രിക്സിൻ്റെ ബോക്സ് എന്ന് വിശദീകരിക്കാം. അതായത് ഇതിൽ ക്വാഡ്രന്റ് എ എന്ന് പറഞ്ഞാൽ ഹൈ ഇമ്പോർട്ടൻസും ലോ പെർഫോമൻസും. അതായത് ഇവിടെ ജോലിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷെ അവിടെ ചെറിയൊരു പെർഫോമൻസേ കാണിക്കണുള്ളൂ. അപ്പോൾ ഇവരോട് പറയും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയും. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിലൂടെ നമുക്ക് എന്താണ് പെട്ടെന്ന് കൊറിയർ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്. പക്ഷേ അവിടുത്തെ പെർഫോമൻസ് വളരെ കുറവാണ്, അവർക്ക് പെട്ടെന്ന് എത്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവരോട് പറയാണ് നല്ല കോൺസെൻട്രേറ്റ് ചെയ്യാനും. ദെൻ ബി സെക്ഷനിൽ പറയുന്നത് ഹൈ ഇമ്പോർട്ടൻസും ഉണ്ട്, എന്നാൽ ഹൈ പെർഫോമൻസും ഉണ്ട്. അതുകൊണ്ട് ഇവരോട് കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയാണ്. ഒരു എക്സാമ്പിൾ, ഒരു ഹോട്ടലിൽ നല്ല രുചിയായിട്ടുള്ള ഭക്ഷണമാണ്, അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ പെർഫോമൻസും ഉണ്ട്. അവിടുത്തെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു, അവിടേക്ക് തന്നെ വീണ്ടും വീണ്ടും വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ഇതാണ് ബി. സി സെക്ഷനിൽ ലോ ഇമ്പോർട്ടൻസും ലോ പെർഫോമൻസും, അതുകൊണ്ട് ലോ പ്രയോറിറ്റി മതി. അതായത് ആ ഒരു പ്രവർത്തനത്തിന് വലിയ ഇമ്പോർട്ടൻസും ഇല്ല, പെർഫോമൻസിനും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു എക്സാമ്പിൾ, ലൈക്ക് ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിന് റെസ്റ്റിംഗ് ടൈമിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പഴയ കാല പുസ്തകങ്ങളൊക്കെ വെക്കുകയാണ്. പക്ഷേ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ എംപ്ലോയീസും അത് വലിയൊരു മെയിൻറ്റെയിൻ ആക്കാത്ത രീതിക്ക് പോവാണ്. അതാണ് ആ ഒരു സെക്ഷൻ. ദെൻ ഡി സെക്ഷനിൽ ലോ ഇമ്പോർട്ടൻസും ഹൈ പെർഫോമൻസും, അതാവുമ്പോൾ പോസിബിൾ ഓവർകില്ലാണ്. അതായത് ഇമ്പോർട്ടൻസ് തീരെയില്ല, പക്ഷെ നല്ല രീതിയിലോട്ട് അവിടെ ഹാർഡ് വർക്ക് ഉണ്ട്. അതായത് ഒരു ചെറിയ പലചരക്ക് കടയിൽ പാക്കിങ്ങിന് സമയത്ത് തീരെ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ ചെറിയ പലചരക്ക് കടയിൽ പാക്കിങ് നല്ല അടിപൊളിയാക്കി കൊടുക്കുക, അതിൻ്റെ അവിടെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു പെർഫോമൻസ് മെട്രിക്സിൻ്റെ ആ ഒരു ബോക്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ് അപ്രോച്ച്. ഇതൊരു സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ടൂളാണ്. ഇതൊരു കമ്പനീൻ്റെ വിഷൻ, അതുപോലെ തന്നെ സ്ട്രാറ്റജി, ഇത് അളക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു കമ്പനി സാധാരണ പ്രോഫിറ്റാണ് ലക്ഷ്യമിടുന്നത്, പക്ഷേ ഇവിടെ ഒരു കമ്പനി പ്രോഫിറ്റിനേക്കാൾ ബാക്കി 4 കാര്യങ്ങൾ, അത് വേറെ 4 കാര്യങ്ങളുണ്ട്, അതിൻ്റെ പെർഫോമൻസ് ആണ് വിലയിരുത്തുന്നത്. ഇതിൻ്റെ ഒരു മീനിങ് പറയുമ്പോൾ, ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിന് ലക്ഷ്യങ്ങളുണ്ടാകുന്നു, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒരു ഒബ്ജക്റ്റീവ്സിനെ അവരെന്ത് ചെയ്യുന്നു, 4 പെർസ്പെക്റ്റീവ്സ്, 4 കാഴ്ചപ്പാടുകളുണ്ട്. ഈ 4 കാഴ്ചപ്പാടുകളിലൂടെ ആ ഒരു ഒബ്ജക്റ്റീവ്സിനെ അതിനെ അളക്കുക, മെഷർ ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ മെച്ചപ്പെടുത്തുക, അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു രീതി, ഒരു ഫ്രെയിം വർക്കാണ് എന്ത് ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ 4 പെർസ്പെക്റ്റീവ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, അതായത് ഒരു കമ്പനി അവർക്ക് എത്രത്തോളം ലാഭം കിട്ടുന്നു എന്നുള്ള കാര്യം നോക്കണം. ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എത്രത്തോളം ലാഭം കിട്ടി, റവന്യൂ എത്രത്തോളം കിട്ടിയെന്നും, അതുപോലെ തന്നെ പ്രോഫിറ്റ്, അതുപോലെ തന്നെ ചെലവ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രത്തോളം വന്നു എന്നും അത് കൺട്രോൾ ചെയ്യാനാണ് ഒരു മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കമ്പനി, അതായത് ഒരു ബേക്കറി ഷോപ്പ്, ഒരു മാസം 5 ലക്ഷമാണ്, 5 ലക്ഷത്തിനുള്ള പ്രൊഡക്ട്സാണ് വിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ചിലവുകളും എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി 1 ലക്ഷം രൂപ നമുക്കിവിടെ ലാഭമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഫൈനാൻഷ്യലി ഓക്കെ, നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഫൈനാൻഷ്യലി ആയിട്ടുള്ള പെർഫോമൻസ് നല്ലതാണെന്ന് വിലയിരുത്തുന്നു.
ദെൻ കസ്റ്റമർ പേഴ്സ്പെക്റ്റീവ്, അതായത് കസ്റ്റമേഴ്സ് ആ ഒരു കമ്പനീനോട് എത്രത്തോളം കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് വിലയിരുത്തുന്നു. അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യണത് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ലോയാലിറ്റി കാണിക്കുന്നുണ്ടോ, എത്രത്തോളം കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് ലെറ്റർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. ഒരു എക്സാമ്പിൾ, ഒരു ഹോട്ടലിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല രുചിയുള്ള ഫുഡാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് 100%, 90%, ആദ്യം ആ ഒരു കമ്പനിയിലോട്ട് 100 കസ്റ്റമേഴ്സ് വന്നു. പക്ഷെ അവിടെ വന്നതിൽ 90% ആൾക്കാരും വീണ്ടും ആ ഒരു ഹോട്ടലിനെ എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, വിസിറ്റ് ചെയ്തേ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ റിവ്യൂ എന്ന് പറയുന്നത് നല്ല റിവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ പെർഫോമൻസും അവിടെ നല്ലതെന്ന് മനസ്സിലാക്കാൻ പറ്റി. ദെൻ ഇൻറ്റേർണൽ ബിസിനസ് പ്രോസസ്സ്, അതായത് ഒരു കമ്പനിക്കുള്ളിൽ ഉണ്ടാക്കുന്ന അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കൽ. ഇപ്പം ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ പറയുമ്പോൾ നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതുപോലെ തന്നെ വേസ്റ്റ് കുറക്കുക എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 30 മിനിറ്റാണ് വേണ്ടി വന്നത്. പക്ഷേ ഇൻറ്റേർണൽ ബിസിനസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയപ്പോൾ, അവിടുത്തെ ടെക്നോളജീസ് മെഷീൻസ് ഇതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫുൾഫിൽ ചെയ്യാൻ 30 മിനിറ്റിനുള്ള സ്ഥാനത്ത് 20 മിനിറ്റായി. അതോടെ അവിടെ ഇൻറ്റേർണൽ ബിസിനസ് കുറച്ചുകൂടി മെച്ചപ്പെട്ടു. ദെൻ 4ാമത്തെ പേഴ്സ്പെക്റ്റീവാണ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പേഴ്സ്പെക്റ്റീവ്, അതായത് കമ്പനിയിലുള്ള എംപ്ലോയീസിന് കൂടുതൽ അറിവും സ്കിൽസൊക്കെ കൂടുമ്പോൾ അത് കമ്പനിക്ക് ഒരു ബെനിഫിറ്റാണ്. ഇപ്പോൾ എംപ്ലോയീസിന് റിട്ടൻഷൻ കൊടുക്കുന്നു, അവരെ സാറ്റിസ്ഫാക്ഷൻ ആക്കുന്നു, മോട്ടിവേഷൻ കൊടുക്കുന്നു, അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കണ വഴി അവരുടെ ലേണിങ്ങും നോളജൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന വഴി കമ്പനിക്ക് ഒരു ബെനിഫിറ്റാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എംപ്ലോയീസിന് കൂടുതൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഒരേ ടൈമിന് 2 ജോലിക്കുള്ള സ്കിൽസ് കൊടുക്കുക, അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് പുതുതായിട്ടുള്ള രീതികൾ ചിന്തിക്കാനുള്ള കഴിവുകൾ കൊടുക്കുമ്പോൾ അതൊരു മെച്ചപ്പെട്ട രീതിയാണ്. അപ്പോൾ ഇതാണ് ബാലൻസ് സ്കോർ ഷീറ്റിലെ 4 പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വിഷൻ ആൻഡ് സ്ട്രാറ്റജി എന്നുള്ളത് ഈ ബാലൻസ് സ്കോർ ഷീറ്റിൻ്റെ മധ്യത്തിൽ, അതായത് മിഡിൽ ഭാഗത്ത് വരുന്നതാണ്. ഈ വിഷൻ ആൻഡ് സ്ട്രാറ്റജിയാണ് ഈ 4 പേഴ്സ്പെക്റ്റീവിനെയും കൂട്ടി ബന്ധിപ്പിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഇതിൻ്റെ വിഷൻ, ഒരു കമ്പനീൻ്റെ വിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും നല്ല ബേക്കറിൻ്റെ ഷോപ്പ് ഇതാകുക എന്നുള്ളതായിരിക്കും അവരുടെ മിഷന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും, കുറേ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫാക്ഷൻ ആക്കാൻ നോക്കും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, പ്രൊഡക്ടിവിറ്റി പെട്ടെന്ന് കൂട്ടാനുള്ള കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ എംപ്ലോയീസിനെ കൂടുതൽ സ്കില്ലേൽപ്പിക്കും. ഈ 4 കാര്യങ്ങളും ഈ ഒരു വിഷൻ ആൻഡ് സ്ട്രാറ്റജിയാണ് കണക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഈ ബാലൻസ്ഡ് സ്കോർ ഷീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് വാല്യൂ ചെയിൻ കോൺസെപ്റ്റ്. ഇത് പോർട്ടൽസ് മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുമ്പോൾ, ഒരു കമ്പനി റോ മെറ്റീരിയൽസ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കണത് വരെ കുറേ ആക്ടിവിറ്റീസ് അതിനിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസ്, ആ ഒരു ചെയിനാണ് വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഓരോ പ്രോസസ്സിലും ആ ഒരു പ്രൊഡക്റ്റിന് കൂടുതൽ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൂടുതൽ വാല്യൂ കൊടുക്കുന്ന വഴി കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നു, നമുക്കവിടെ കോസ്റ്റ് കുറയും, അതുപോലെ തന്നെ കോമ്പറ്റീഷനിൽ നമുക്ക് മുൻതൂക്കം കിട്ടുന്നു. അപ്പോൾ ഇതിനാണ് വാല്യൂ ചെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ വാല്യൂ ചെയിന് 2 പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രൈമറി ആക്ടിവിറ്റീസ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിൽ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലയറുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് അത് നമ്മൾ സൂക്ഷിക്കുന്നു, അത് ആവശ്യമുള്ള സമയങ്ങൾ അത് ഉപയോഗിക്കുന്നു. ദെൻ ഓപ്പറേഷൻസ്, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഓരോ പ്രോസസ്സുകളാണ്. ഇപ്പോൾ ഒരു കേക്കാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട റോ മെറ്റീരിയൽസ് അതിന് ബേക്ക് ചെയ്യുക, ദെൻ അങ്ങനെ പാക്ക് ചെയ്യുക, അങ്ങനെ. ദെൻ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് തയ്യാറാക്കിയതിന് ശേഷം അത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, അതായത് സൂപ്പർ മാർക്കറ്റ്, കസ്റ്റമേഴ്സ്, ആർക്കാണ് ആവശ്യം അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ദെൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഇത് അധികം ജനങ്ങളിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവുകൾ എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ ഓരോ അഡ്വർടൈസ്മെൻറ്റ്, ഇൻസ്റ്റഗ്രാം, TV, ന്യൂസ് പേപ്പർ, ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക. ദെൻ സർവീസ്, ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റതിന് ശേഷം കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കേണ്ട സർവീസ്. ഇപ്പോൾ ഒരു TV ആണെന്നുണ്ടെങ്കിൽ അതിന് വാറണ്ടി, ഗ്യാരണ്ടി, അങ്ങനത്തെ ഓരോരോ സർവീസിനാണ് ഇത് പറയണത്. അപ്പോൾ ഇതാണ് പ്രൈമറി ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ്.
ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. ഇത് പ്രൈമറി ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ പ്രൊക്യൂർമെൻറ്റ്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസൊക്കെ കൊണ്ടുവരിക, അതൊക്കെ ബൈ ചെയ്ത് വെക്കുക. അതിനാണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കേക്കാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മൈദ, പഞ്ചസാര, ഓവൻ ഇതൊക്കെ വാങ്ങി വെക്കുന്നതാണ് പ്രൊക്യൂർമെൻറ്റ്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഒരു വർക്ക് അതിനൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയീസ്, ഹ്യൂമൻസിനെ മാനേജ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, മോട്ടിവേഷൻ, പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ദെൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ്. അതായത് കമ്പനിക്കുള്ളിൽ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, കുറച്ചുകൂടി വർക്ക്സൊക്കെ സ്പീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ. ഒരു കമ്പനി എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇപ്പോൾ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അവിടുത്തെ ജോലികളൊക്കെ സിമ്പിളാകുന്നു. അപ്പോൾ ഇതാണ് വാല്യൂ ചെയിൻ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്ക് എത്തിക്കൽ ആൻഡ് ഗ്ലോബൽ ഡയമെൻഷൻസ് ഇൻ ഓപ്പറേഷൻ മാനേജ്മെൻ്റ് ആണ്. അതായത് ഒരു കമ്പനി പ്രോഫിറ്റ് മാത്രം ലക്ഷ്യമിട്ടാൽ പോരാ, മറിച്ച് ആ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസ്, അവിടുത്തെ സൊസൈറ്റി, അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ മാനിക്കണം. ലൈക്ക് പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കാൻ പാടില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എത്തിക്കലായിട്ട് കൺസിഡറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫെയർ ലേബർ പ്രാക്ടീസസ്. അതായത് ഒരു എംപ്ലോയി എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള ഫെയർ ആയിട്ടുള്ള വേതനം, അതുപോലെ തന്നെ അവരോടുള്ള പെരുമാറ്റം ഒക്കെ നമ്മൾ ഫെയർ ആവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു വ്യക്തി നല്ല രീതിക്ക് വർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യണം, അതിന് മോട്ടിവേഷൻ കൊടുക്കണം, ഒക്കെ ചെയ്യണം. ദെൻ നെക്സ്റ്റ് സേഫ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഒരു എംപ്ലോയിക്ക് ഒരു സേഫ് വർക്കിംഗ് എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഒരു സിമെൻറ്റ് കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ അതിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള, അപകടങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് കൊടുക്കണം. ദെൻ ഹോണസ്റ്റ് സപ്ലയർ റിലേഷൻഷിപ്പ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഫണ്ട് ഓൺ ടൈമിൽ കൊടുക്കണം. അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ എൻവിറോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മൾ എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പൊല്യൂഷൻ മാക്സിമം ഒഴിവാക്കിയിട്ട് അതിനെ പ്രൊട്ടക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം റീസൈക്കിളും റീയൂസും ചെയ്ത് കണ്ട് എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ദെൻ ആൻറ്റി കറപ്ഷൻ പോളിസീസ്. അതായത് നമ്മൾ ഈ കൈക്കൂലി, തട്ടിപ്പ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് എത്തിക്കലായിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കുക. ദെൻ നെക്സ്റ്റ് കുറച്ചുകൂടി ഗ്ലോബൽ ഓപ്പറേഷൻ ചലഞ്ചസ് ആണ് പറയണത്. ചേഞ്ചസ് ഫേസ് ചെയ്യണത് ഒരു കമ്പനി രാജ്യമെമ്പാടും, അതായത് വേറെ രാജ്യത്ത് പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ കൾച്ചറലായിട്ട് ഡിഫറൻസ് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് വൺ ആണ് കൾച്ചറൽ ഡിഫറൻസ്. ഇപ്പോൾ ഒരു കമ്പനി വേറെ രാജ്യത്ത് പോയിട്ട് ആ ഒരു കമ്പനി അവിടെ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൾച്ചർ ഡിഫറൻസ് കുറേ ഉണ്ടാക്കാം. അതായത് ഈ ഭാഷൻ്റെ പേരിൽ അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം ഒക്കെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദെൻ സപ്ലൈ ചെയിൻ റിസ്ക്. അതായത് യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഫ്ലഡ്, ഇത് കാരണം മേ ബി ഓരോ വസ്തുക്കൾ കിട്ടാൻ കഴിയാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. ദെൻ റെഗുലേറ്ററി കംപ്ലയിൻസ്. അതായത് പല രാജ്യങ്ങളിലും പല പല നിയമങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങളാവണമെന്നില്ല മറ്റൊരു രാജ്യത്ത്, അതുകൊണ്ട് അതൊരു ചലഞ്ചസ് ആണ്. ദെൻ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി. ഇത് ഗ്ലോബലി ആയതുകൊണ്ട് തന്നെ പല കമ്പനികളും ഒന്നിനൊന്ന് മെച്ചമായ രീതിയിൽ സ്ട്രാറ്റജീസ് കൊണ്ടുവരുന്നു. ഇപ്പോൾ സാംസങ് ആപ്പിളിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ കുറേ ഫീച്ചേഴ്സ് അതേപോലെ സ്ട്രാറ്റജി ചെയ്യുന്നു. ദെൻ ഗ്ലോബൽ വാല്യൂ ചെയിൻ. ഇവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പല പല ഡിസൈന് പല പല രാജ്യങ്ങളിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസൈൻ USA എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് ഇന്ത്യ, അങ്ങനെ പല പല രാജ്യങ്ങളിലായിട്ടൊരു പ്രൊഡക്റ്റിൻ്റെ പല പല സ്റ്റേജസുകൾ പല പല രാജ്യങ്ങൾ ചെയ്യുന്നു. ദെൻ ഔട്ട്സോഴ്സിങ്. അതായത് ഒരു കമ്പനി അവരുടെ കമ്പനിയിലെ ഏതെങ്കിലും ജോലികൾ മറ്റുള്ള രാജ്യങ്ങളെ ഏൽപ്പിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കറൻസി റിസ്ക്. രാജ്യത്തിൻ്റെ കറൻസിൻ്റെ മൂല്യം മാറുന്ന സമയത്ത് അവിടെ ചെലവിൻ്റെ ഇതിൽ ചേഞ്ച് വരുന്നു, അവരുടെ ലാഭം, കോസ്റ്റ് ഒക്കെ ഇതിലും ചേഞ്ച് വരുന്നു. ദെൻ ഗ്ലോബൽ സോഴ്സിങ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി വേറെയുള്ള രാജ്യങ്ങളിൽ നിന്നിട്ട് അതിന് വേണ്ട പാർട്സ് വാങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കാം, പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നായതുകൊണ്ട് ഷിപ്പിംഗ് കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോബൽ ഓപ്പറേഷൻ്റെ ചലഞ്ചസ് ആയിട്ട് വരുന്നത്. ഇതിൽ കുറച്ച് കറൻറ്റ് ട്രെൻഡ്സ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി 5th ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 1st ചാപ്റ്റർ ഫിനിഷായി.